ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഒരു സ്ഥാനാർത്ഥിയെയും വ്യക്തിപരമായി ഒരു തരത്തിലുള്ള തേജോധവും ചെയ്യരുത് എന്നാണ്. നമ്മളെന്താണ് പറഞ്ഞത്? നമ്മൾ വികസനമാണ്. കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പുള്ള 5 വർഷക്കാലം ഞാൻ ആ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. എന്തൊക്കെ ചെയ്തു? ഞാൻ മെമ്പറല്ലാത്ത കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു? ആ വികസനം മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തത്. അത്തരത്തിലേക്കുള്ള വികസന അജണ്ടകളുമായി ഞാൻ മുന്നോട്ട് പോകും. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനെ പ്രത്യേകിച്ച് CPMനെ കൊല്ലം ജില്ലയിൽ വട്ടം കറക്കിയ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചിറക്കര പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. CPMൻ്റെ മുൻ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഉല്ലാസ് കൃഷ്ണൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു സുപ്രധാന തീരുമാനമെടുക്കുന്നുവെന്ന് കേട്ടു. എന്താണത്? ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അപ്പോൾ നിലവിലെ മണ്ഡലത്തിലെ MLA വികസന മുരടിപ്പ് ഉണ്ടാക്കിയ ആളാണ്, അല്ലെങ്കിൽ വികസനം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഒരു മോശം MLA ആണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതൊക്കെ ജനങ്ങളല്ലേ ചർച്ച ചെയ്യേണ്ടത്, ഞാനല്ലല്ലോ പറയേണ്ടത്. നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ ജനപ്രതിനിധിയുടെയും പ്രോഗ്രസ് റിപ്പോർട്ട് ചർച്ച ചെയ്യേണ്ടത് ഞാനാണോ? പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ടൂറിസവും ചിറക്കരയിലെയും പരവൂരിലെയും പൂതക്കളത്തെയും ആദിച്ചല്ലൂരിലെയും ടൂറിസവുമായി ബന്ധപ്പെട്ട അവസ്ഥ എന്താണ്? അതുപോലെ തന്നെ ചാത്തന്നൂർ താലൂക്കുമായി ബന്ധപ്പെട്ട് ഉള്ള സ്ഥിതി എന്താണ്? ചാത്തന്നൂരിലെ ആശുപത്രികളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാനല്ലല്ലോ അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം, എൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രചാരണം നടത്തുന്നത് ചാത്തന്നൂരിൻ്റെ താലൂക്കും അവിടുത്തെ വികസന സ്വപ്നങ്ങളും അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമവുമാണ്. അത്തരത്തിലേക്കുള്ള വികസന അജണ്ടകളുമായി ഞാൻ എൻ്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച ജനങ്ങളോട് പറഞ്ഞത്, എന്നോടൊപ്പം പ്രവർത്തിച്ച നിരവധി പേര്, CPMൻ്റെയും കോൺഗ്രസിൻ്റെയും CPIയുടെയും നിരവധി രാഷ്ട്രീയ പാർട്ടിക്കാരോട് ഞാൻ പറഞ്ഞത് എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഒരു സ്ഥാനാർത്ഥിയെയും വ്യക്തിപരമായി ഒരു തരത്തിലുള്ള തേജോധവും ചെയ്യരുത് എന്നാണ്. നമ്മളെന്താണ് പറഞ്ഞത്? നമ്മൾ വികസനമാണ്. കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പുള്ള 5 വർഷക്കാലം ഞാൻ ആ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. എന്തൊക്കെ ചെയ്തു? ഞാൻ മെമ്പറല്ലാത്ത കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു? ആ വികസനം മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തത്. അത്തരത്തിലേക്കുള്ള വികസന അജണ്ടകളുമായി ഞാൻ മുന്നോട്ട് പോകും. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന മുൻ നിലപാടിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ഇത്തവണ നേരത്തെ വാർഡ് ഇലക്ഷനിൽ മത്സരിച്ചു പഞ്ചായത്ത് പ്രസിഡൻ്റായെങ്കിൽ ഇത്തവണ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് സ്വതന്ത്രനായി നിയമസഭയിലേക്ക് എത്താൻ കഴിയുന്ന പ്രതീക്ഷയാണ് ഉല്ലാസ് കൃഷ്ണൻ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.